മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ എമ്പുരാൻ ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്പോൾ കേരളത്തിൽ തകർത്തിരിക്കുകയാണ്. എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 14.7 കോടിയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. ലിയോയുടെ ആയിരുന്നു ഇതിന് മുമ്പ് കടന്നിരുന്നത് റെക്കോർഡ്, അത് 12 കോടിയായിരുന്നു. അപ്പം സാക്ഷാൽ ദളപതി വിജയുടെ റെക്കോർഡാണ് നമ്മളിവിടെ തകർത്തിരിക്കുന്നത്. അതും ഒരു തമിഴ്നാടനാണ്, സംഭവം ശരിയാണ്. പക്ഷേ വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പോഴത്തെ ആ ഒരു റേഞ്ച്, പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാർഡം ഒക്കെ വെച്ച് പുള്ളിക്കാരൻ്റെ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ഡേ കളക്ഷനാണ് ലാലേട്ടനെ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അതും ഇപ്പം നമുക്കറിയാം, ഒരു നോമ്പ് കാലമൊക്കെ ആയിരുന്നു ഈ ഒരു സമയം. ഈ ഒരു കാലമായിട്ടും ഈ ഒരു സമയമായിട്ടും ഒക്കെ പിള്ളേർക്ക് എക്സാം ഒക്കെ ഉള്ള സമയമായിട്ട് പോലും ഈ സിനിമയുടെ കളക്ഷൻ ആണെങ്കിലും ഈ സിനിമയുടെ ബുക്കിങ്ങിലാണെങ്കിലും ഈ സിനിമ കാണാൻ ആൾക്കാർ കയറിയതാണെങ്കിലും എല്ലാം വേറെ ഒരു റേഞ്ചിലാണ് ആൾക്കാർ കയറിയത്. അതേ സമയത്തിന് ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു ഹോളിഡേ പോലത്തെ ടൈം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു വേറൊരു റേഞ്ചിലുള്ളൊരു തൂക്ക് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു തൂക്കാണ് നടന്നിരിക്കുന്നത്. 14.7 എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് തൂക്കണമെങ്കിൽ ഒന്നുകിൽ ലാലേട്ടൻ തന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ സിനിമകൾ വരണം. എന്തായാലും അതിന് ഇനി കുറേ നാളുകൾ എടുക്കുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി ഇപ്പം ദളപതി വിജയുടെ തന്നെ വരാനിരിക്കുന്നത് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിന് ഈ വർഷമില്ല, അടുത്ത വർഷം ഉള്ളതെന്നും പറഞ്ഞ് അവർ ഒഫീഷ്യലായിട്ട് തന്നെ പൊങ്കലിലാണ് ആ സിനിമ റിലീസാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചേട്ടനും അനിയനും കൂടെ ഏതായാലും കേരള ബോക്സ് ഓഫീസ് തകർത്തടിച്ചിട്ടുണ്ട്. ഇതൊരു കോമ്പറ്റീഷനായിട്ട് നോക്കാതെ ഇതൊരു രസമാണ്. ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഒരു റെക്കോർഡ് ഇട്ട് അടുത്ത പടത്തിൽ വേറൊരാളെ റെക്കോർഡ് തീർക്കുന്നു, അല്ലെ അതേ ആൾ തന്നെ മാറ്റുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ വേണം, എന്നാലേ നമുക്കൊരു സിനിമയ്ക്ക് പോകാനുള്ളൊരു ഇൻട്രസ്റ്റും നമുക്ക് കാണാനുള്ളൊരു ഇൻട്രസ്റ്റും ഒക്കെ വരത്തുള്ളൂ. എന്തായാലും ലാലേട്ടൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇത് ലാലേട്ടൻ്റെ കോട്ടയാണെന്നുള്ളത്. എന്തായാലും ഈ സിനിമ ഇപ്പം വന്നിരിക്കുന്നത് 100 കോടി ക്ലബ്ബിലൊക്കെ കയറി, 2 ദിവസത്തിനുള്ളിൽ തന്നെ 100 കോടി ക്ലബ്ബിൽ കയറി ആദ്യത്തെ മലയാള സിനിമ. അങ്ങനെയുള്ള റെക്കോർഡുകളെല്ലാം വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി മുതൽ ലാലേട്ടൻ്റെ ഒരു ടൈമാണ് ഇനിയും പോലെ തുടങ്ങാൻ പോകുന്നത്. എന്തായാലും ഇനിയും വരുന്ന ചിത്രങ്ങളൊക്കെ വളരെ വലിയ സിനിമയായിട്ട് നല്ല വലിയ രീതിക്ക് തന്നെ വിജയിക്കട്ടെ എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. തുടരും എന്ന സിനിമയുടെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലും നല്ല ഒരു ക്ലാസ് ആയിട്ടുള്ളൊരു സാധനമാണ് വരുന്നത്. ദൃശ്യം ടൈപ്പുള്ള ഒരു സാധനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മുതൽ നമ്മൾ മലയാള സിനിമയുടെ താരരാജാവിൻ്റെ സമയമാണ്. നമുക്കപ്പോൾ അദ്ദേഹം ഇനി ചെയ്യുന്ന സിനിമകളും അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ കണ്ട് അദ്ദേഹത്തിനെ ആസ്വദിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി. നമ്മളിപ്പോൾ ഒരാളുടെ ആരാധകൻ എന്ന് പറയുന്നത് ഒരു ആളുടെ മാത്രമായിട്ട് ആരാധകനാകരുത് ഒരിക്കലും. എല്ലാവർക്കും ഒരു ഫേവററ്റ് ആക്ടർ കാണും. പക്ഷേ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ നല്ല സിനിമയാണ്, ആ സിനിമ കാണുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരാധകനായിട്ടായിരിക്കണം, അത് ഏതൊരു ആക്ടറാണെങ്കിലും. അപ്പം നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് തന്നെ വേറൊരു ലെവലിലായിരിക്കും കിട്ടുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.